ശബരിമല പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ശബരിമല പറഞ്ഞതാ. അന്ന് പത്തനംതിട്ടയിൽ തൂത്തുവാരിയവരാ നമ്മൾ. അത് കഴിഞ്ഞ് ഒരു പരാതിയുമില്ലാതെ കഴിഞ്ഞുപോയ ശബരിമല സീസണാണ് കഴിഞ്ഞ വർഷവും അതിന്റെ 9ാം വർഷമൊക്കെ ഉണ്ടായിട്ടുള്ളത്. 2019 മഹാപ്രളയത്തിൽ തകർന്നുപോയ പമ്പയടക്കം പുനർനിർമ്മിച്ച് സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിൽ മനോഹരമായ കേന്ദ്രങ്ങളാക്കി നമ്മൾ അവിടെ മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പോറ്റിന്റെ പാട്ടൊക്കെ മാറാൻ തുടങ്ങിയല്ലോ. ആരാണ് പോറ്റിന്നും എന്താണെന്നൊക്കെ ഇന്നലെ ഏഷ്യാനെറ്റ് അടക്കം പറഞ്ഞല്ലോ. ആരാ പോറ്റിയെ കയറ്റിയതെന്നും ഈ നാടിന് മനസ്സിലായല്ലോ. ഞാൻ ഇപ്പൊ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഇല്ലേ, ശബരിമല അയ്യപ്പന്റെ സന്നിധാനം നിലനിൽക്കുന്ന ആ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് ചെങ്കൊടി പ്രസ്ഥാന. ശബരിമല അയ്യപ്പൻ ജയിച്ച പന്തളം, ആ പന്തളം നഗരസഭ പിടിച്ചെടുത്തത് BJP-യിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ഓരോന്ന് എടുത്തു നോക്കുങ്ങൾ. വയനാടിന്റെ മഹാദുരന്തം. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാണമിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്, ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ നദിയുടെ പേര്? എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തങ്കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ഞാൻ കാഞ്ചനയെ കുറിച്ച് പറയാനുള്ള കാരണം അവരൊരു പ്രളയത്തിന്റെ ബാക്കിപത്രമാണ്, ഒരു പ്രണയത്തിന്റെ ബാക്കിപത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. ജാതി മതങ്ങളുടെ വ്യത്യാസമില്ലാതെ വിവിധ മതസ്ഥർ ഒരുമിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ആ വയനാടിന്റെ മലമടക്കിന്റെ മുകളിൽ ചൂരൽമലയിൽ മനുഷ്യര് രാത്രി കിടന്നുറങ്ങിയതാ. ജൂലൈ 30 മറക്കാൻ പറ്റുമോ? മലയിടിഞ്ഞു, കുന്നിടിഞ്ഞു, ഉരുള് പൊട്ടി, മഹാദുരന്തം. 100-400 പേര് ജീവിതത്തിൽ കുണർന്നില്ല. എന്റെ നാടിന്റെ മറ്റരികിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ എന്നാണ്. പിറ്റേ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയാം? ആ ചാലിയാർ പുഴയുടെ മനുഷ്യന്റെ ചട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. എവിടെയാ ചാലിയാർ? വയനാട് എവിടെയാ? വയനാട്ടിൽ നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി വന്ന മനുഷ്യ ശരീരം പെറുക്കി കൂട്ടാൻ പോയ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മൃതശരീരത്തിന് ഉടലില്ല, തലയില്ലാത്ത മൃതശരീരങ്ങൾ, തലയുള്ളതിന് കൈകാലികളില്ലാത്ത മനുഷ്യ ശരീരങ്ങൾ പെറുക്കി കൂട്ടേണ്ട ഗതികേടുണ്ടായി. ഈ നാട് വയനാടിന്റെ മഹാദുരന്തത്തിൽ ഒരുമിച്ച് നിന്നു. നമുക്ക് ജാതിയുടെ മതത്തിന്റെ വേർതിരിവുകളില്ലായിരുന്നു. ഒരുമിച്ച് നിന്നു ഈ നാട്. എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറന്നു വന്നു പ്രത്യേക വിമാനത്തിൽ. കണ്ണൂർ ഇറങ്ങി. എന്നിട്ട് മേപ്പാടിയിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് പറന്നിറങ്ങി. സാന്ദർഭികമായി പറയാണ്, ആ ഹെലികോപ്റ്ററിന്റെ പൈസ ആര് കൊടുക്കണം? നിങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ കൊടുക്കണം. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? കണ്ടില്ലായിരുന്നു നിങ്ങൾ 2018-ലെയും 2019-ലെയും മഹാപ്രളയം? കെട്ടിടങ്ങൾക്ക് മുകളിൽ ഒറ്റപ്പെട്ടു പോയ നിറഗർഭിണികളെ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര്, ചെറുപ്പക്കാര് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി കയറിന്റെ കോവണിയിലൂടെ രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങളും കണ്ടു. പ്രളയമൊക്കെ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി റെസീറ്റ് ബുക്ക് ആയിട്ട് വരും. എന്തിനാ? ഹെലികോപ്റ്ററിന്റെ വാടക. ഇയാളുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന സാധനം എന്റെ നിങ്ങളുടെ നികുതി പണം, എന്റെ നിങ്ങളുടെ നികുതി പണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ത്യയുടെ പട്ടാളക്കാർ, നമ്മുടെ നികുതി പണം. എന്നിട്ട് അന്ന് കൊടുക്കേണ്ടി വന്നു ആ ഹെലികോപ്റ്ററിന്റെ പൈസ. പ്രളയകാലത്ത് നമ്മൾ കൊടുത്ത അരിയുടെ പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഈ ഭരണകൂടം. കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്, അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാ കാരണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടാവുമ്പോ ഈ ചിറ്റമ്മ നയം ഇല്ല, എന്നാ കേരളത്തോട് ചിറ്റമ്മ നയം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, ഇല്ലേ? എന്നിട്ട് അദ്ദേഹം മേപ്പാടിയിൽ വന്നിറങ്ങി ആകാശ വീക്ഷണം നടത്തി ഹെലികോപ്റ്ററിലൂടെ. അത് കഴിഞ്ഞ് മേപ്പാടി ആശുപത്രിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. നിങ്ങൾ കണ്ടില്ലേ ഒരു കാഴ്ച? ആ മേപ്പാടി ആശുപത്രി കിടക്കുന്ന, പരിക്ക് പറ്റി കിടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്ത്, അവരുടെ അടുത്തേക്ക് ചെന്നപ്പം അവരുടെ ഒരു മകളുണ്ട്, ഒരു ചെറിയ കുട്ടി, ഇല്ലേ? ആ കുട്ടിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തലോടുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. നരേന്ദ്രമോദിയുടെ മുഖത്തെ കണ്ണട ഊരി കളിക്കുന്നത് കണ്ടു. ആ കുട്ടിക്കറിയില്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഞാനും നിങ്ങളും ആ ചിത്രം കണ്ടു. സകല ചാനലുകളിലൂടെ ആ രംഗം നമ്മൾ കണ്ടു. അന്ന് ഈ ലോകത്തോട് BJP-യും RSS-ഉം നരേന്ദ്രമോദിയും വിളിച്ചു പറഞ്ഞ എന്താണ്? കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി, കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നിർത്തിയല്ലോ കാഞ്ചനയെ കുറിച്ച്.
ദുരന്തം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ ആ പ്രദേശത്തെ സഖാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി. മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും എല്ലാം നടന്നു കണ്ടു. കാഞ്ചനമാലയെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം പോയതാ. എല്ലാം കടന്ന് മുണ്ടക്കൈ ചൂരൽമല എല്ലാം നിന്ന് ചൂരൽമല അങ്ങാടിയില് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ കൂടെയുള്ള സഖാക്കൾ എന്നോട് ചോദിച്ചു, തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, സഖാവ് ഈ കെട്ടിടം ഓർക്കുന്നുണ്ടോ? ഈ പീഡിക കൊലായി എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് പ്രസംഗിച്ചത് ഈ പീഡിക കൊലായിലെ. ഞാൻ ഓർത്തെടുത്തു, ശരിയാണ്. 1 വർഷം മുമ്പ് അവിടെ നടന്ന DYFIയുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേപ്പാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നെയല്ല കാഞ്ചനമാലയെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾ? ഞാനന്ന് ചൂരൽമലയിൽ DYFIയുടെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോ എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. കൊണ്ടുപോയി പ്രളയം അവനെ. അവന്റെ ഉമ്മാനെ കൊണ്ടുപോയി, അവന്റെ ബാപ്പാനെ കൊണ്ടുപോയി, അവന്റെ കൂടപ്പിറപ്പുകളെ കൊണ്ടുപോയി. ആ ഷാജഹാന്റെ പുന്നാര മകളുടെ പേരാണ് നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി കളിച്ച പെൺകുട്ടിയുടെ പേരാണ് നൈസമോൾ. ഞങ്ങൾ മേപ്പാടി അങ്ങാടിയിൽ നൈസമോളെയും ഉമ്മയും കാണാൻ പോയി. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഷാജഹാന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പറഞ്ഞു, അന്ന് എന്റെ പൊതുയോഗത്തിന് നന്ദി പറഞ്ഞത് നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു, പ്രിയപ്പെട്ടവര് നിന്നു പെയ്തു. നൈസമോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ പെൺകുട്ടിയുണ്ടല്ലോ, അവർക്കൊരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ? കൊടുത്തോ? അതാ എന്റെ ചോദ്യം. അവര് കൊടുത്തില്ല. നമ്മൾ തോറ്റോ? നമ്മൾ തോറ്റില്ല. ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം വന്നു. നമ്മൾ ഇവരോട് ചോദിക്കുന്നത് ഓശാരമില്ല, ഞാൻ നിങ്ങൾ കൊടുക്കുന്നത് നികുതി പണം. ഏതാ നികുതി പണം? ഒരുപാട് അമ്മമാരിയ്ക്കുന്നു എന്റെ മുമ്പിൽ, ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നു എന്റെ മുമ്പിൽ. നിങ്ങൾക്കൊരു കുഞ്ഞു പിറന്നപ്പോ നിങ്ങൾ ആദ്യം വാങ്ങിയ സാധനത്തിന്റെ പേരെന്താ? നിങ്ങൾ ആദ്യം വാങ്ങിയത് എന്താ? നിങ്ങൾ ആദ്യം വാങ്ങിയത് ബേബി സോപ്പ് അല്ലേ, ആ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. പിന്നെ വാങ്ങിയത് എന്താണ്? ബേബി പൗഡർ, ആ കുഞ്ഞിന്റെ മുഖത്തിടാൻ. പിന്നെ വാങ്ങിയത് എന്താണ്? ഒരു കുഞ്ഞുടുപ്പ്. അവിടെ തുടങ്ങിയ വാങ്ങലുകൾ. അങ്ങനെ വാങ്ങി 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 ജീവിതം അവസാനിക്കുമ്പോ സകല മതസ്ഥരുടെയും വീട്ടിൽ സുഗന്ധം പരത്തി എരിഞ്ഞു കത്തുന്ന സാധനത്തിന്റെ പേരാണ് ചന്ദനത്തിരി. നിങ്ങൾ ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് അവിടെ വായിക്കാൻ കഴിയും, ഇൻക്ലൂഡഡ് ടാക്സ്. നിങ്ങൾ ആദ്യം വാങ്ങിയ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആദ്യം വാങ്ങിയ ബേബി സോപ്പിന്റെ പുറത്ത് നോക്കുക, ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാൾ മുതൽ മരിച്ചു വീഴുന്ന നാൾ വരെ ഞാനും നിങ്ങളും കൊടുത്ത നികുതി പണം. ആ നികുതി പണത്തിന്റെ വിഹിത നമ്മൾ ചോദിച്ചത്. ഇവർ തന്നില്ല. ചിറ്റമ്മ നയം ഇടതുപക്ഷ ഗവൺമെന്റിനോട്, കമ്മ്യൂണിസ്റ്റുകാരനോട് എന്താണ്? പ്രഖ്യാപിത ശത്രുവാ കമ്മ്യൂണിസ്റ്റുകാരൻ, RSSന്റെ. അതുകൊണ്ടാണ് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. CPMന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. ആ DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫന്റെ നാട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ കണ്ണൂർ ജില്ലക്കാരനായ കൂത്തുപറമ്പിനടുത്ത സനോജ് സെക്രട്ടറിയാണ്. അവരാ ദുരന്ത ഭൂമിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങള് വയനാടിലേക്ക് 25 വീടുണ്ടാക്കി കൊടുക്കും. 25 വീട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അവരാരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ റെസീറ്റ് ബുക്കുമായിട്ട് വന്നിട്ട് പിരിവെടുത്തു? പിരിവെടുത്തില്ല. അവരെന്ത് ചെയ്തു? ഈ നാടിന്റെ തെരുവുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിക്കൂട്ടി, കന്നാസും കടലാസും പെറുക്കിക്കൂട്ടി നമ്മുടെ വീടുകളിൽ വന്ന് കന്നാസും കടലാസും ശേഖരിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചെങ്കല്ല് ചുമന്ന് നോക്കാത്ത DYFIക്കാരൻ ചെങ്കല്ല് ചുമന്ന് കരിങ്കല്ല് ചുമന്ന് ലോറി കയറ്റി, മരം ചുമലിൽ വെച്ച് ലോറി കയറ്റി, ചായ കച്ചവടം നടത്തി, മീൻ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, ധോത്തി ചാലഞ്ച് നടത്തി. അവൻ ഉണ്ടാക്കിയത് എത്രയാണെന്നറിയോ? 20 കോടി. 20 കോടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഖാവേ ഞങ്ങളുടെ വക 100 വീടുണ്ടാക്കണം, 100 വീടുണ്ടാക്കണം. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയുന്നു? മറ്റൊരു യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ്, അവരെന്താ പറഞ്ഞത്? DYFI 25 വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് 30 വീട് അല്ലെ, 30 വീട് പ്രഖ്യാപിച്ചു. ഈ നാട്ടിലെ പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിവെടുത്തു. ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ അധ്വാനിച്ചു.
യൂത്ത് കോൺഗ്രസിന്റെ എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ പ്രസംഗത്തിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ആത്മാർത്ഥതയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ പല സ്ഥലത്തുണ്ടാക്കി. നിങ്ങളുടെ കൂത്തുപറമ്പിൽ അടക്കണ്ടാക്കിയത് എനിക്കറിയാം. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്താ ചെയ്തത്? ബിരിയാണി ചാലഞ്ച് ഉണ്ട്, പൊറാട്ട ചാലഞ്ച് ഉണ്ടാക്കി. 2 പൊറാട്ട ഒരു കോഴിക്കറി 60 രൂപ. അവര് എഴുതി വിട്ടത് എന്റെ കയ്യിലുണ്ട്, ഫേസ്ബുക്കിൽ വന്നത്. 2 മാസം കഴിഞ്ഞപ്പോ ഇതിൽ പങ്കെടുത്ത 4001 പേർക്ക് നന്ദി പറഞ്ഞത് ഫേസ്ബുക്കിൽ അവർ പ്രഖ്യാപിച്ച എന്റെ കയ്യിലുണ്ട്. മട്ടന്നൂരിൽ വിളിച്ച് ഞാൻ അന്വേഷിച്ചു. 2 പൊറാട്ട ഒരു കോഴിക്കുള്ളതിന് 60 രൂപയാണ് വാങ്ങിച്ചത്. ഒന്ന് ഗുണിച്ചു നോക്ക്. 4001 ഗുണിക്കണം 60 എത്ര ഉണ്ടാവും? 2.5 ലക്ഷത്തോളം രൂപ വരും. അങ്ങനെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പണം കൊടുത്തു. എന്തായി കോൺഗ്രസ്? എന്തായി? വീടുണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. കണക്കിനെ കുറിച്ച് ചോദ്യം ഉയർന്നപ്പോ ചങ്ങാതിന്റെ പേര് ഈ മനുഷ്യന്മാരുടെ മുന്നിൽ പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നു എന്റെ പേര്? മാങ്കൂട്ടത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ശങ്കരാടിന്റെ രേഖ പോലെ കാണിച്ചതാ പാസ്ബുക്ക്. ഇതിൽ 85,000 ബാക്കിയുണ്ട്. മുന്നിലുള്ള ഏതെങ്കിലും പത്രക്കാരൻ ചോദിച്ചോ ബാക്കി എവിടെ? ഈ 85,000 എവിടെ നിന്ന് കിട്ടി? എത്ര ചെലവാക്കി? എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ അത് ചെലവാക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 5 സ്റ്റാർ ഹോട്ടലുകളിൽ കിടപ്പറയൊരുക്കി. ആർക്ക് വേണ്ടി? കൺമുമ്പിൽ കാണുന്ന സകല സ്ത്രീരൂപങ്ങളെയും. ഇവിടെ അമ്മമാരിയിരിക്കുന്നു, സഹോദരിമാരിയിരിക്കുന്നു, അതുകൊണ്ട് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കൺമുമ്പിൽ കണ്ട സകല സ്ത്രീരൂപങ്ങളെയും ഒരു ഭോഗവസ്തുവായി കണ്ട മനുഷ്യൻ. ഇപ്പൊ ചിലപ്പോ ഇതൊക്കെ പ്രസംഗിച്ചാൽ തിരിച്ചു വയ്ക്കും, നിങ്ങളെ പാർട്ടിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല? ചിലർക്ക് ഉണ്ട്. പുറത്താക്കിയിട്ടുണ്ട്, തിരുത്തപ്പെട്ട പകത്താക്കിയിട്ടുണ്ട്, നിരപരാധികളാണെന്ന് കണ്ട പകത്താക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും ചിലത് സംഭവിക്കാറുണ്ട്. മനുഷ്യ സഹജമാണ്. ഇപ്പൊ ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം, മുസ്ലിം മതവിശ്വാസ പ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരവും ആദ്യ പിതാവ് ആദമാണ്, അവ്വമ്മയാണ് ഭാര്യ. അവരോട് എക്സൈസ് കമ്മീഷണർ വന്നിട്ടല്ല പറഞ്ഞത്, പടച്ചോൻ പറഞ്ഞു വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് ഭക്ഷിക്കരുത്. എന്നിട്ട് ആദം പോയി ഭക്ഷിച്ചോണ്ടാണ് ഞങ്ങളെ വിശ്വാസപ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടത്. അല്ലേ സ്വർഗത്തിൽ കഴിയേണ്ടവരാ. മനുഷ്യ സഹജമാണ്. പക്ഷെ ഇവന്റെ കാര്യം എന്താ? കൺമുമ്പിൽ കാണുന്ന സകല സ്ത്രീകളെയും, KSUവിന്റെ ചെറുപ്പക്കാരികൾ മുതൽ MI ഷാനവാസിനോടും രമേശ് ചെന്നിത്തലയോടും ഒപ്പം പ്രവർത്തിച്ച സ്ത്രീകളടക്കം. പിന്നെ എങ്ങനെ ലിസ്റ്റ് വന്ന് നോക്കുമ്പോൾ IAS ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ആരോ തമാശക്ക് പറഞ്ഞു, ഒരു പക്ഷേ പാലക്കാട്ടെ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ എണ്ണത്തിൽ ആള് വരാൻ സാധ്യത ഉണ്ട്.